കെ സ്മാർട്ടിൽ എങ്ങനെ നമ്മൾ പെർമിറ്റ് ഇമ്പോർട്ട് ചെയ്യണമെന്നാണ് നോക്കുന്നത്. ഇത് നമ്മൾ ഇമ്പോർട്ട് യുവർ പെർമിറ്റ് എന്നുള്ള സെക്ഷൻ എടുക്കുക. അതിൽ നമുക്ക് നെയിം ഓഫ് പ്രൊജക്റ്റ്, ഇപ്പോൾ എൻ്റെ കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ആണ്, റെസിഡൻഷ്യൽ ആണെങ്കിൽ റെസിഡൻഷ്യൽ ബിൽഡിങ്ങിനോ അങ്ങനെ എന്തെങ്കിലും പേര് കൊടുക്കുക. പിന്നെ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പെർമിറ്റ് ഇഷ്യൂഡ് ടൈപ്പ്, ഇതെല്ലാം നമുക്ക് ആ പെർമിറ്റിൽ നിന്ന് കിട്ടും. പെർമിറ്റിൻ്റെ കോപ്പി ഉണ്ടെങ്കിൽ നമുക്കതിൽ നിന്ന് ഡയറക്റ്റായിട്ട് കിട്ടാവുന്ന കാര്യങ്ങളാണ് അതിനകത്തുള്ള ഈ പേജിലുള്ളത്. നമുക്ക് ഈ കലണ്ടറിൽ നിന്ന് വേണമെങ്കിൽ ഈ ഡേറ്റ് പിക്ക് ചെയ്യാം കേട്ടോ. അല്ലാതെ വേണമെങ്കിൽ ടൈപ്പിംഗ് ചെയ്ത് കൊടുക്കാം, ഏത് ഡേറ്റ് ആണെങ്കിലും. കാറ്റഗറി ഓഫ് പെർമിറ്റ് കൊടുക്കണം. അത് ജനറൽ ആണെങ്കിൽ ജനറൽ, സെൽഫ് ആണെങ്കിൽ നമുക്ക് ഡ്രോയിങ്സ് ആയിരിക്കും. ജനറൽ പെർമിറ്റ് ആണെങ്കിൽ നമുക്ക് PDF ആയിട്ടാണ് അറ്റാച്ച് ചെയ്യേണ്ടത്. നമുക്ക് റിവൈസ്ഡ് പെർമിറ്റ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് പ്രൊസീഡ് കൊടുത്താൽ മതി. അപ്പം നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസും കൂടി ആഡ് ചെയ്യാൻ പറ്റും. എന്നിട്ട് പ്രൊസീഡ് കൊടുക്കുക. എന്നിട്ട് ലോക്കൽ ബോഡി ഡീറ്റെയിൽസ് ആണ് നമ്മൾ പെർമിറ്റ് ഇഷ്യൂയിങ് ലോക്കൽ ബോഡി, ആ ഡീറ്റെയിൽസ് കൊടുക്കുക. ഡിസ്ട്രിക്റ്റ്, ലോക്കൽ ബോഡി ടൈപ്പ്, ലോക്കൽ ബോഡി ഏതാണെന്ന് വെച്ചാൽ കൊടുക്കുക. അല്ലാതെ അടുത്ത സെക്ഷനാണ് ക്യാപ്ചർ ലൊക്കേഷൻ. നമുക്കൊരു പ്ലോട്ടിൻ്റെ ലൊക്കേഷൻ കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും, പ്ലോട്ട് വരച്ചു കൊടുക്കാൻ പറ്റും ഈ സെക്ഷനിൽ. അത് നിർബന്ധമില്ലാത്തതുകൊണ്ട് നമ്മളതിപ്പോൾ ചെയ്യുന്നില്ല. അല്ലാതെ അടുത്തതാണ് പ്ലോട്ട് ഡീറ്റെയിൽസിൻ്റെ സെക്ഷൻ. അതിൽ നമ്മൾ പ്ലോട്ടിൻ്റെ ഡീറ്റെയിൽസ് ഓരോന്നും ടൈപ്പ് ചെയ്ത് കൊടുക്കുക, നമ്മുടെ ഡോക്യുമെൻസിലോ ഡ്രോയിങ്ങിലോ ചെക്ക് ചെയ്തിട്ട്. ഡീഡിൻ്റെ, പൊസഷൻ സർട്ടിഫിക്കറ്റിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഇവിടെ ചോദിക്കുന്നുണ്ട് അവർ. അപ്പോൾ ആധാരത്തിൻ്റെ നമ്പർ, ആധാരം രജിസ്റ്റർ ചെയ്ത ഓഫീസ്, രജിസ്റ്റർ ചെയ്ത ഡേറ്റ്, ഇതൊക്കെ നമ്മൾ അതിനകത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. പിന്നെ പൊസഷൻ സർട്ടിഫിക്കറ്റിൻ്റെ നമ്പർ കൊടുക്കണം. പൊസഷൻ സർട്ടിഫിക്കറ്റിൻ്റെ അതിനകത്തുള്ള ആ ഡേറ്റും അതിൻ്റെ നമ്പറും നോക്കി അത് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഇതാണ് നമ്പർ, അത് ഡേറ്റ്. പിന്നെ ടോട്ടൽ ഏരിയ കൊടുക്കണം കേട്ടോ. M² കൊടുക്കേണ്ടത്, മീറ്റർ². ടൈപ്പ് ഓഫ് ഓണർഷിപ്പ് അത് പ്രൈവറ്റ്, ഇൻഡിവിജ്വൽ ആണെങ്കിൽ ഇൻഡിവിജ്വൽ ക്ലിക്ക് ചെയ്യുക. എത്ര പേരുണ്ടെന്ന് അതും നമ്മൾ കൊടുക്കണം കേട്ടോ. ഓണേഴ്സിൻ്റെ എണ്ണം കൊടുക്കണം. പിന്നെ പ്ലോട്ട് ഡീറ്റെയിൽസിൽ തന്നെ രണ്ടാമത്തെ സെക്ഷനാണ് ലാൻഡ് ഡീറ്റെയിൽസ്. അത് നമ്മൾ ഇതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. സർവേ നമ്പറും ബ്ലോക്ക് നമ്പറും അതൊക്കെ നമുക്ക് പൊസഷനിൽ നിന്ന് കിട്ടും, പൊസഷൻ സർട്ടിഫിക്കറ്റിൽ നിന്ന് തന്നെ കിട്ടും. അല്ലെങ്കിൽ
നമുക്ക് ആധാരം സെർച്ച് ചെയ്യാം. പക്ഷേ റീസർവേ നമ്പർ ചിലപ്പോൾ ആധാരത്തിൽ ഉണ്ടാവില്ല. അപ്പോൾ പൊസഷൻ സർട്ടിഫിക്കറ്റോ ലാൻഡ് ടാക്സോ നമുക്ക് ചെക്ക് ചെയ്യാം. നമുക്ക് പിന്നെ ഇവിടെ 2 സർവേ നമ്പറൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ ആഡ് ചെയ്ത് കൊടുത്താൽ വേറെ സർവേ നമ്പറിൻ്റെ ഡീറ്റെയിൽ ഒക്കെ കൊടുക്കാം കേട്ടോ. ആധാരം അറ്റാച്ച് ചെയ്ത് കൊടുക്കണതിൻ്റെ ഒപ്പം പൊസഷൻ സർട്ടിഫിക്കറ്റ്, ലാൻഡ് ടാക്സ്, പിന്നെ എന്തെങ്കിലും അഡീഷണൽ ഉണ്ടെങ്കിൽ അതേഴ്സ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അതിൽ നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം വേറെ എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ് ആവശ്യമുണ്ടെങ്കിൽ. പിന്നെ ഡീഡ്, 2 ഡീഡ് അല്ലെങ്കിൽ 3 ഡീഡൊക്കെ ചില പ്ലോട്ടിനുണ്ടാവും, അത് ആഡ് ചെയ്യാം. അതിൻ്റെ ഡീറ്റെയിൽസ് ഇതുപോലെ തന്നെ ആഡ് ചെയ്യേണ്ടി വരും കേട്ടോ ഓരോ ഡീഡിനും. എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കാം. നെക്സ്റ്റ് കൊടുക്കുമ്പോൾ പിന്നെ ഓണറിൻ്റെ ഡീറ്റെയിൽ ആണ് ചോദിക്കുന്നത്. ഓണറിൻ്റെ ഡീറ്റെയിൽ നമുക്ക് ഇതിനകത്ത് ആധാർ നമ്പറോ ഫോൺ നമ്പറോ മെയിൽ ഐ ഡിയോ എന്തെങ്കിലും നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവണം ക്ലയൻറ്റ് ആ ഫോൺ നമ്പറിൽ അല്ലെങ്കിൽ ആധാർ നമ്പറിൽ. എന്നിട്ട് അത് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ഓട്ടോമാറ്റിക്കലി ക്ലയൻറ്റിൻ്റെ പേര് വരും. ഫോൺ നമ്പർ അടിച്ചു കൊടുക്കുക, എന്നിട്ട് സെർച്ച് ഓപ്ഷൻ കൊടുത്താൽ മതി. ഇവിടെ മെയിൽ ഐ ഡി കൊടുക്കണമെങ്കിൽ മെയിൽ ഐ ഡി കൊടുക്കുക. ഇതൊക്കെ നേരത്തെ കൊടുത്തിട്ടുണ്ടെങ്കിൽ രജിസ്റ്റർ ചെയ്ത് വന്നോളൂ ഓട്ടോമാറ്റിക്കലി. കേസ് മാലിൽ രജിസ്റ്റർ ചെയ്തപ്പോൾ മെയിൽ ഐ ഡി ക്ലയൻറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഫോൺ നമ്പർ അടിച്ചു കൊടുക്കുമ്പോൾ സെർച്ച് ഓപ്ഷൻ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി വരും കേട്ടോ. ആധാർ നമ്പറും വന്നോളും. ആധാർ നമ്പർ വെച്ചിട്ട് വേണമെങ്കിലും നമുക്കിത് സെർച്ച് ചെയ്യാം. ക്ലയൻറ്റിൻ്റെ പേര് ഓട്ടോമാറ്റിക്കലി വന്നു. പക്ഷെ നമുക്ക് ഇവിടെ ക്ലയൻറ്റിൻ്റെ പെർമനൻ്റ് അഡ്രസ്സിൻ്റെ ഡിസ്ട്രിക്റ്റും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ചോദിക്കുന്നത്. അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പെർമനൻ്റ് അഡ്രസ്സിൻ്റെ ഡിസ്ട്രിക്റ്റ്, ലോക്കൽ ബോഡി, എന്ത് ടൈപ്പ് ലോക്കൽ ബോഡിയാണ്, ലോക്കൽ ബോഡിയുടെ പേര്, വാർഡ് നെയിം ചോദിക്കുന്നുണ്ട്, പെർമനൻ്റ് അഡ്രസ്സിൻ്റെ വീട്, അത് ഏത് വാർഡിലാണ് ഇരിക്കുന്നത് ആ നമ്പർ കൊടുക്കണം. പിന്നെ ആ പെർമനൻ്റ് അഡ്രസ്സിൽ ഒരു വീടുണ്ടാവുമല്ലോ, ആ വീടിൻ്റെ നമ്പർ കൊടുക്കണം. പിന്നെ ഹൗസ് നെയിം, ആ ഡീറ്റെയിലൊക്കെയാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. ആ അഡ്രസ്സിൽ നമുക്ക് എന്തൊക്കെ ഡീറ്റെയിൽ വേണോ അതൊക്കെ കൊടുക്കണം. സ്റ്റാർ ഇട്ടേക്കണ മാത്രം നമ്മൾ കൊടുത്താലും മതി. സ്ട്രീറ്റ് നെയിമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ വേണ്ട. ലോക്കൽ പ്ലേസ് ഒക്കെ ഉണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി. സ്റ്റാർ ഇട്ടേക്കണം നമ്മൾ എന്തായാലും കൊടുക്കണം. പോസ്റ്റ് ഓഫീസ് നമുക്ക് വരുന്നില്ല, അതവിടെ എന്തോ മിസ്സിങ് ആയതുകൊണ്ടാണ്. വാർഡ് നെയിം കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, അത് കൊടുത്തു, അതായില്ലായിരുന്നു, അതുകൊണ്ടാണത് പോസ്റ്റ് ഓഫീസ് കാണിക്കാതിരുന്നത്. ഇതിനകത്ത് പിന്നെ നമുക്കൊരു കാര്യം, നമ്മൾ എന്തെങ്കിലും കൊടുക്കാൻ മറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അത്യാവശ്യമുള്ള ബേസിക് സാധനങ്ങൾ അല്ലാത്തതും ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഓണർ ഡീറ്റെയിൽ കഴിഞ്ഞ് നമ്മൾ പ്രൊസീഡ് കൊടുത്തു. അപ്പോൾ ആധാരം അറ്റാച്ച് ആയിട്ടില്ല, നമ്മൾ കൊടുത്തത് ആധാർ പൊസഷൻ സർട്ടിഫിക്കറ്റും ടാക്സും അറ്റാച്ച് ആയിട്ടില്ല. അപ്പോൾ അതൊന്നും കൂടി അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. നെറ്റ് കണക്ഷൻ വേണം അത്യാവശ്യം. പിന്നെ കെ സ്മാർട്ടിൻ്റെ തന്നെ ഹാങ് ഉണ്ടാവും അപ്പോൾ ഇത് അറ്റാച്ച് ചെയ്യുമ്പോഴേ. അപ്പോൾ നമ്മൾ ഇച്ചിരി സമയം ചിലപ്പോൾ പെട്ടെന്ന് കഴിയും, ചിലപ്പോൾ ടൈം കൂടുതലെടുക്കും. ആധാരം പൊസഷനിൽ ലാൻഡ് ടാക്സ് ഉള്ളത് വേറെ എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ്
റൂൾ അനുസരിച്ച് വേണ്ടതുണ്ടെങ്കിൽ നമ്മളത് അതേഴ്സിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. നെക്സ്റ്റ് അടിച്ചു. നമ്മൾ പ്ലോട്ടിൻ്റെ എല്ലാം കഴിഞ്ഞു, ഓണറിൻ്റെ ഡീറ്റെയിൽ എല്ലാം കഴിഞ്ഞു, പ്രൊസീഡ് കൊടുക്കുക. ഇവിടെ വേറെ ആധാരം ഉണ്ടെങ്കിൽ നമുക്ക് വേറെ ആധാരത്തിൻ്റെ ഡീറ്റെയിൽ കൊടുക്കാനുള്ള ഓപ്ഷനാണ് അത്. പ്രൊസീഡ് ആയി കഴിഞ്ഞാൽ നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് പോകും. നെറ്റിൻ്റെയോ സ്മാർട്ട് സൈറ്റിൻ്റെയോ എന്തിൻ്റെയോ ആണ് പ്രശ്നം കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അടുത്ത പെർമിറ്റ് ഡീറ്റെയിൽസ് ആണ്. നമുക്ക് ബിൽഡിങ്ങിൻ്റെ ഡീറ്റെയിൽസൊക്കെ, പെർമിറ്റ് എടുത്തതിൻ്റെ ആ ഡീറ്റെയിൽസൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സെക്ഷനാണ്. ആദ്യം FSIയും കവറേജും ടൈപ്പ് ചെയ്യാനുള്ളതാണ്. FSIൻ്റെ ഒരു കോളുണ്ട്, കവറേജ് ടൈപ്പ് ചെയ്യാനുള്ള കോളുണ്ട്. ഓരോന്നും നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ പെർമിറ്റിലുള്ളത് വേണം കേട്ടോ എടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. പെർമിറ്റിൽ എന്താണോ അത് തന്നെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നമ്മൾ പെർമിറ്റ് ഇമ്പോർട്ട് ചെയ്യുവാണ്. അപ്പം അത് കഴിഞ്ഞ് നമ്മൾ ഡ്രോയിങ് അറ്റാച്ച് ചെയ്യാനുണ്ട്. പെർമിറ്റ് ഡ്രോയിങ്, പെർമിറ്റ് ഓർഡർ ആണ് നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനുള്ളത്. ഇതിനകത്ത് സൈറ്റ് പ്ലാനും ബിൽഡിംഗ് പ്ലാനും പെർമിറ്റ് ഓർഡറും ആണ് സ്റ്റാറായിട്ട് ഇട്ടേക്കുന്നത്. അപ്പോൾ ഒറ്റ പെർമിറ്റ് ആയിട്ടാണ് ഉള്ളതെങ്കിൽ നമുക്ക് സൈറ്റ് പ്ലാനിലും ബിൽഡിംഗ് പ്ലാനിലും ഒരെണ്ണം തന്നെ അറ്റാച്ച് ചെയ്താൽ മതി. ചിലതിൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പെർമിറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ സെപ്പറേറ്റ് രണ്ട് മൂന്ന് ഷീറ്റ് ഉണ്ടാവുമല്ലോ. പ്ലാനിനും സെക്ഷനൊക്കെ നമ്മൾ പ്ലാനിനും സൈറ്റ് പ്ലാനിനൊക്കെ നമ്മൾ വേറെ സെപ്പറേറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ സെപ്പറേറ്റ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഒരു പ്ലാൻ തന്നെ എല്ലാം കൂടി ഒറ്റ ഷീറ്റ് ഉള്ളെങ്കിൽ എല്ലാത്തിലും നമ്മൾ ഒറ്റ ഡ്രോയിങ് തന്നെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അടുത്ത ഡീറ്റെയിലാണ് ബേസിക് ഡീറ്റെയിൽ. ഇതിനകത്ത് ബ്ലോക്ക് നമ്പർ എന്ന് പറയുന്നത് നമ്മൾ ഒരു പ്ലോട്ടിൽ എത്ര ബിൽഡിംഗ് ഉണ്ട് അതിൻ്റെ നമ്പറാണ് കേട്ടോ. ഇപ്പോൾ ഒരെണ്ണം ഉള്ളെങ്കിൽ നമ്മൾ ഒന്നെണ്ണം കൊടുത്താൽ മതി. രണ്ടെണ്ണം ഉണ്ടെങ്കിൽ രണ്ടാമത്തേൻ്റെ ഡീറ്റെയിൽ കൊടുക്കുമ്പോൾ ബ്ലോക്ക് നമ്പർ 2 അടിച്ചു കൊടുക്കണം. ഇതിപ്പോൾ എൻ്റെ ഒറ്റ ബിൽഡിങ്ങേ ഉള്ളൂ, അപ്പോൾ ഞാൻ ബ്ലോക്ക് നമ്പർ 1 കൊടുത്താൽ മതി. ഹൈറ്റ് ഓഫ് ബിൽഡിംഗ് നമ്മൾ കൊടുക്കുന്നത് പെർമിറ്റിൽ തന്നെ നോക്കണം കേട്ടോ. സേവ് ചെയ്യുക. അതിന് ഓരോ ഫ്ലോർ ഡീറ്റെയിലും കൊടുക്കുക. 0 ഇട്ട് കഴിഞ്ഞാൽ ഗ്രൗണ്ട് ഫ്ലോറിന് വരും. ഫസ്റ്റ് ഫ്ലോറിനാണെങ്കിൽ 1 ഇട്ട് കഴിഞ്ഞാൽ ഫസ്റ്റ് ഫ്ലോറിനും വരും. നമ്മൾ അതിൻ്റെ ഒക്യുപ്പൻസിയൊക്കെ അതിനകത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ടൈപ്പ് ചെയ്യേണ്ട, പിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഇതിപ്പോൾ കൊമേഴ്ഷ്യലാണ്, അപ്പോൾ കൊമേഴ്ഷ്യലിൻ്റെ ഡീറ്റെയിലാണ് ഞാനിപ്പോൾ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ബിൽറ്റപ്പ് ഏരിയ, ഫ്ലോർ ഏരിയ, പാർക്കിംഗ് ഏരിയ ഉണ്ടെങ്കിൽ ഗ്രൗണ്ട് ഫ്ലോർ ആയതുകൊണ്ട് പാർക്കിംഗ് ഏരിയ ഉണ്ടാവാം. അപ്പോൾ അതുണ്ടെങ്കിൽ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിനകത്ത് 3 പോയിന്റ് വന്നേക്കണോണ്ടാണ് ഇത് എറർ കാണിച്ചത്.
കാണിച്ചേക്കുന്നത് നമ്മൾ ഫ്ലോർ ഏരിയയും പാർക്കിംഗ് ഏരിയയും കൂടി കൂട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബിൽറ്റപ്പ് ഏരിയ കിട്ടണം. അപ്പോൾ അതിന് കാൽക്കുലേഷനിൽ എന്തോ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. ഏരിയ കൂടിപ്പോയായിരുന്നു ടൈപ്പ് ചെയ്തത്. ഉണ്ട് നമ്മൾ കൊടുത്ത ഡീറ്റെയിൽ അവിടെ വന്നു. ഇനി അടുത്ത ഫ്ലോറിൻ്റെ ഡീറ്റെയിൽ ഇതുപോലെ ഫസ്റ്റ് ഫ്ലോറിന് നമ്മൾ ഒന്നിട്ട് ഇപ്പോൾ ഫസ്റ്റ് ഫ്ലോറിന് എഴുതി വന്ന് അതിൻ്റെ ഡീറ്റെയിൽസ്, അതിൻ്റെ ഒക്യുപ്പൻസി, എന്ത് ഒക്യുപ്പൻസിയാണോ നമ്മൾ കൊടുത്തിരിക്കുന്നത് അത് തന്നെ. റെസിഡൻഷ്യലാണ് കൊടുത്തിരിക്കുന്നത് റെസിഡൻഷ്യൽ, കൊമേഴ്ഷ്യലാണെങ്കിൽ കൊമേഴ്ഷ്യൽ, അതിൻ്റെ ബിൽറ്റപ്പ് ഏരിയയും ബാക്കി ഡീറ്റെയിൽസ്. ഫ്ലോർ ഏരിയ ഇവിടെ പാർക്കിംഗ് ഏരിയ ഇല്ല, 0 ആണ് കൊടുത്തിരിക്കുന്നത്, 0 മാർക്ക് ചെയ്ത്. മെസനൈൻ ഫ്ലോറിൻ്റെ ഏരിയ ഇല്ല. നമുക്ക് സെക്കൻഡ് ഫ്ലോറുണ്ട്, അതിൻ്റെ ഡീറ്റെയിൽ. ചിലപ്പോൾ ഒരു ഫ്ലോറിൽ ഓരോ ഫ്ലോറും വേറെ വേറെ ഒക്യുപ്പൻസി ആണെങ്കിൽ അതനുസരിച്ചിട്ട് മാറ്റി കൊടുക്കണം കേട്ടോ. എൻ്റെ എല്ലാം കൊമേഴ്ഷ്യൽ ആയതുകൊണ്ടാണ്, എല്ലാ ഫ്ലോറും കൊമേഴ്ഷ്യൽ ആയതുകൊണ്ടാണ് ഞാൻ കൊമേഴ്ഷ്യൽ എല്ലാത്തിലും കൊടുത്തത്. പെർമിറ്റിൽ എന്താണോ അത് തന്നെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യും അവിടെ നിന്ന് നമുക്ക്. അടുത്തൊരു സ്റ്റെയർ റൂമും കൂടി എനിക്കുണ്ടായിരുന്നു, അപ്പോൾ ഞാനത് തേർഡ് ഫ്ലോറായിട്ട് പിന്നെയും കൊടുത്തിരിക്കുവാണ്. സ്റ്റെയർ റൂമായിട്ട് സെപ്പറേറ്റ് കാണിക്കാനായിട്ട് ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട്. ഫ്ലോറിൻ്റെ എല്ലാ ഡീറ്റെയിലും നമ്മൾ ടൈപ്പ് ചെയ്തെടുത്ത് പ്രൊസീഡ് വെക്കുക. അടുത്ത ഡീറ്റെയിൽ ഫീ ഡീറ്റെയിലാണ്. നമ്മൾ ആപ്ലിക്കേഷൻ ഫീ പെയ്ഡ് ചെയ്ത് എത്രയാണെന്നുള്ളത് അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ പെർമിറ്റ് ഫീ ഡീറ്റെയിൽ എത്രയാണെന്ന് നോക്കുക, അതും ടൈപ്പ് ചെയ്ത് കൊടുക്കുക. FSI ഫീ നമുക്കില്ല. പിന്നെ അതിൻ്റെ തന്നെ നമുക്കിവിടെ ആ ഫീ പേ ചെയ്തതിൻ്റെ റെസീപ്റ്റുകൾ ഉണ്ടാവുമല്ലോ, ആപ്ലിക്കേഷൻ ഫീൻ്റെയും പെർമിറ്റ് ഫീയുടെയൊക്കെ റെസീപ്റ്റ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ആ ഓപ്ഷൻ ഉണ്ട്. അതില്ലാന്നുണ്ടെങ്കിൽ ഒരു അഫിഡവിറ്റ് വെച്ചാൽ മതി, കളഞ്ഞു പോയി എന്ന് പറഞ്ഞിട്ട് ഓണറിൻ്റെ പേരിൽ ഒരു അഫിഡവിറ്റ് വയ്ക്കുക, എന്നിട്ട് അത് സൈൻ ചെയ്ത് അപ്ലോഡ് ചെയ്താൽ മതി. നമ്മൾ സേവ് ചെയ്തിട്ട് ഇതവിടെ ഇപ്പോഴത്തെ റേറ്റൊക്കെ കാണിക്കുന്നുണ്ട്, ബാലൻസ് എത്ര വരുന്നതെന്ന്. അപ്പോൾ മാർച്ച് 31 വരെ അത് തിരിച്ചു കൊടുക്കുമായിരുന്നു ആ എമൗണ്ട്. ഇപ്പം പക്ഷെ അത് നിർത്തിവെച്ചു എന്നാണ് പറയുന്നത്. അതിന് എപ്പോൾ കിട്ടുമോയെന്ന് അറിയില്ല. റേറ്റ് കുറച്ചായിരുന്നല്ലോ പെർമിറ്റിൻ്റെ. നമ്മളിനി അത് ഡിക്ലറേഷനും കൂടി കൊടുത്ത് വാലിഡേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിപ്പോൾ എൻ്റെ ഫോൺ നമ്പർ എഴുതി കാണിച്ചിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ OTP വരുമ്പോൾ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കണം.
OTP വന്നില്ലെങ്കിൽ റീസെൻഡ് ചെയ്ത് നമുക്കൊന്നുകൂടി ടൈപ്പ്